ഹായ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ഡിസ്പേർഷൻ എന്നുള്ളതാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട് ഫേസ് ആൻഡ് ഗ്രൂപ്പ് വെലോസിറ്റീസ് എന്നിങ്ങനെ രണ്ട് തരത്തിലുള്ള വെലോസിറ്റീസ് ഉണ്ട്. സോ വിൽ ലുക്ക് ഇൻ ടു ദീസ് തിങ്സ്. ഒരു പ്രോഗ്രസീവ് സൈൻ വേവിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഇക്വേഷൻ നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു. y of x, t is equal to a sin 2 pi by lambda x minus vt. Okay, so this is a sine wave that's traveling towards the right. അപ്പോൾ നമ്മൾ സ്ട്രെച്ച്ഡ് സ്ട്രിങ്ങിന്റെ കാര്യമാണ് എടുത്തത്. അവിടെ നമ്മൾ ഈ കാര്യങ്ങൾ ഡിറൈവ് ചെയ്തപ്പോൾ വി കൺസിഡേർഡ് ദ സ്ട്രിങ് ആസ് എ കണ്ടിന്യൂസ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് മാസ്. ഇങ്ങനെ ഒരു കണ്ടിന്യൂസ് ഡിസ്ട്രിബ്യൂഷൻ ആണ് എന്നുള്ള ഒരു ഐഡിയൽ കേസ് എടുക്കുകയാണെങ്കിൽ ദ വെലോസിറ്റി ഓഫ് വേവ് ഇസ് ഗിവൺ ആസ് ടി ബൈ മ്യൂ റേസ് ടു പവർ ഓഫ് 1/2 അല്ലെങ്കിൽ സ്ക്വയർ റൂട്ട് ഓഫ് ടി ബൈ മ്യൂ. ടി എന്ന് പറയുന്നത് സ്ട്രിങ് ടെൻഷനും മ്യൂ എന്ന് പറയുന്നത് മാസ് പെർ യൂണിറ്റ് ലെങ്ത്തുമാണ്. അപ്പോൾ ഈ ഇക്വേഷൻ ശരിയാണെങ്കിൽ, if this is the case, then the velocity does not depend on wavelength. Wave's wavelength velocity depend ചെയ്യുന്നില്ല. So according to these equations, a given string under a given tension will carry sinusoidal waves of all wavelengths at the same speed v. എല്ലാ wavelengthും travel ചെയ്യുന്നത് ഒരേ സ്പീഡിലാണ്. It depends only on the string tension and on the mass per unit length. പക്ഷെ ഇതൊരു ഐഡിയലൈസ്ഡ് കേസ് ആണ്. ഈ ഒരു ഐഡിയലൈസേഷൻ this will certainly fail in practical situations. ആക്ച്വൽ സ്ട്രിങ് എടുക്കുകയാണെങ്കിൽ ഇങ്ങനെയുള്ള ഐഡിയൽ കേസ് അല്ല ഉണ്ടായിരിക്കുക. സോ ഇങ്ങനെ ഒരു ഐഡിയൽ ആയിട്ടുള്ള റിസൾട്ട് കിട്ടാൻ കാരണം ഇറ്റ്സ് ബിക്കോസ് ഓഫ് certain idealized or certain ideal assumptions that we took. ചില അസംഷൻസ് ഇനീഷ്യലി നമ്മൾ എടുക്കുന്ന ചില അസംഷൻസ് കാരണമാണ് ഇങ്ങനെ റിസൾട്ട് കിട്ടുന്നത്. ഉദാഹരണത്തിന് ഒരു കണ്ടിന്യൂസ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് മാസ് ആണ് എന്നിങ്ങനെയുള്ള അസംഷൻസ് ഒക്കെ നമ്മൾ എടുക്കുന്നുണ്ട്. പക്ഷെ ജനറലി നമ്മൾ ആക്ച്വൽ സിറ്റുവേഷനിൽ ജനറലി നോക്കുകയാണെങ്കിൽ സ്ട്രിങ്ങിലൂടെയുള്ള വേവ്സിന്റെ വെലോസിറ്റി എന്ന് പറയുന്നത് വേവ്സിന്റെ വേവ് ലെങ്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നതായിട്ട് കാണാൻ കഴിയും. So far we discussed cases where the wave velocity is independent of frequency and wavelength. Frequencyയിലോ wavelengthയിലോ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. But in general, for waves on a string, pure sinusoidal waves of high frequency and short wavelength tend to travel with smaller speeds than the longer waves. അതായത് ഷോർട്ട് വേവ് ലെങ്ത്സ് എടുക്കുകയാണെങ്കിൽ, നമ്മുടെ ആക്ച്വൽ സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ it can be shown that short wavelengths travel with smaller speeds. ഇതിന്റെ മാത്തമാറ്റിക്കൽ അനാലിസിസിലേക്ക് നമ്മൾ പോകുന്നില്ല. We'll just take this as a situation. Let's examine what happens if different wavelengths travel with different speeds. അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഡിഫറെന്റ് വേവ് ലെങ്സിലുള്ള വേവ്സ് ഡിഫറെന്റ് സ്പീഡ്സിലാണ് ട്രാവൽ ചെയ്യുന്നതെങ്കിൽ അങ്ങനെയാണെങ്കിൽ എന്താണ് സംഭവിക്കുക? ഈ ഒരു സിറ്റുവേഷൻ ആണ് നമുക്ക് അനലൈസ് ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പൊ ഈ വേരിയേഷൻ ഓഫ് വേവ് സ്പീഡ് വിത്ത് വേവ് ലെങ്ത് അനുസരിച്ച് വേവ് സ്പീഡ് ചേഞ്ച് ചെയ്യുന്നതിനെ നമ്മൾ ഡിസ്പേർഷൻ എന്നാണ് പറയുക. And the phenomenon of dispersion is to be found in many different kinds of media with different underlying physical mechanisms. Dispersion കാരണമാണ് physical mechanism ഓരോ മീഡിയത്തിന്റെ കേസിലും ഡിഫറെന്റ് ആയിരിക്കും. So we are not going into details of that. We are interested only in the fact of dispersion. Dispersion സംഭവിക്കുന്നുണ്ട്, നമുക്കറിയാം. അത് എന്തുകൊണ്ടാണെന്നോ എങ്ങനെയാണെന്നുള്ള കാര്യം നമ്മൾ ഇവിടെ ഡീറ്റെയിൽഡ് ആയിട്ട് അനലൈസ് ചെയ്യുന്നില്ല. We will discuss only the mathematical analysis of dispersion. What happens if different wavelengths travel with different speeds? This is the only thing that we are interested in this session. Okay, but dispersion എന്നുള്ള വാക്കിന്റെ മീനിങ് തന്നെ ഇതാണ്. ആദ്യം ഒരുമിച്ചുണ്ടായിരുന്ന കാര്യങ്ങൾ പിന്നീട് സെപ്പറേറ്റഡ് ആകുക, ഇതിനാണ് നമ്മൾ ഡിസ്പേർഷൻ എന്ന വാക്കുകൊണ്ട് മനസ്സിലാക്കുന്നത്. അത് തന്നെയാണ് ഈ ഡിസ്പേർഷൻ എന്ന് പറഞ്ഞ ഫിനോമിനൽ അതിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇക്കാര്യം ഓൾറെഡി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതായത് വൈറ്റ് ലൈറ്റ് ഒരു പ്രിസത്തിലൂടെ കടന്നു പോകുമ്പോൾ ഇറ്റ് ഗെറ്റ് സ്പ്രെഡ് ഔട്ട് ഇൻ ടു ഇറ്റ്സ് ഡിഫറെന്റ് കളേഴ്സ്. ഇനീഷ്യലി വൈറ്റ് ലൈറ്റ് ആണ്, പക്ഷെ പ്രിസത്തിലൂടെ കടന്നു പോകുമ്പോൾ സംഭവിക്കുന്നത് അത് ഡിഫറെന്റ് കളേഴ്സ് ആയിട്ട് ചേഞ്ച് ചെയ്യാണ്, സെപ്പറേറ്റഡ് ആകുകയാണ്. ഇതിന്റെ കാരണം ഈ ഡിഫറെന്റ് വേവ് ലെങ്സ് ഗ്ലാസ് പ്രിസത്തിലൂടെ കടന്നു പോകുന്ന ഡിഫറെന്റ് സ്പീഡിൽ ആയതുകൊണ്ടാണ്. കാര്യം നമുക്ക് സ്നെൽസ് ലോയിൽ നിന്ന് മനസ്സിലാക്കാം. സ്നെൽസ് ലോ പറയുന്നത് സൈൻ ഐ ഡിവൈഡഡ് ബൈ സൈൻ ആർ ഇസ് ഈക്വൽ ടു സി ഡിവൈഡഡ് ബൈ വി. ഇവിടെ ഐ എന്ന് പറയുന്ന ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആണ്, ആർ ഇസ് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ. ഇവിടെ നമ്മൾ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ എടുക്കുകയാണെങ്കിൽ സൈൻ ആർ ഇസ് ഈക്വൽ ടു സൈൻ ഐ മൾട്ടിപ്ലൈഡ് ബൈ വി ഡിവൈഡഡ് ബൈ സി. അതായത് എല്ലാ വേവ് ലെങ്ത്തും നമ്മൾ ഒരേ ആംഗിൾ ഓഫ് ഇൻസിഡൻസിലാണ് എടുക്കുന്നതെന്ന് കരുതുക. സി കോൺസ്റ്റന്റ് ആണ്. C is the speed of light in vacuum. That's a constant. അതായത് v ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ, അതായത് ഓരോ വേവ് ലെങ്തിന്റെയും സ്പീഡ് ഡിഫറെന്റ് ആണെങ്കിൽ
then the angle of refraction also will change. ഇതുകൊണ്ടാണ് ഈ എന്താണ് പറയുക വൈറ്റ് ലൈറ്റ് പ്രസത്തിലൂടെ കടന്നു പോകുമ്പോൾ ഡിഫറെന്റ് കോമ്പണൻസ് ആയിട്ട് സ്പ്രെഡ് ഔട്ട് ആവുന്നത്. അതായത് ഡിഫറെന്റ് വേവ് ലെങ്സിന് ഡിഫറെന്റ് സ്പീഡ് ആണെങ്കിൽ the angle of refraction varies with the color according to the variation of velocity. കളർ അനുസരിച്ച് വെലോസിറ്റി അല്ലെങ്കിൽ സ്പീഡ് ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ മാറും. ഇതുകൊണ്ടാണ് ഈ സെപ്പറേഷൻ നമ്മൾ ഈ പറഞ്ഞ സെപ്പറേഷൻ ഉണ്ടാവുന്നത്. ഇനി വൺ ഡയമെൻഷണൽ പ്രോബ്ലം ആണെങ്കിൽ ഡിസ്പെർഷൻ വുഡ് മീൻ ദാറ്റ് ടു ലോങ് ബട്ട് ലിമിറ്റഡ് ട്രെയിൻസ് ഓഫ് വേവ്സ് ഓഫ് ഡിഫറെന്റ് വേവ് ലെങ്ത്സ് would get further apart as time went on if initially they overlapped. അതായത് ഒരു വൺ ഡയമെൻഷണൽ സ്ട്രിങ്ങിൽ രണ്ട് വേവ്സ് ഇനീഷ്യലി ഓവർലാപ്പ് ചെയ്യുന്ന രീതിയിൽ ഉണ്ടെന്ന് കരുതുക. ഓക്കെ, ദേ വിൽ ഗെറ്റ് എപ്പാർട്ട്. സമയം പോകുന്തോറും ഇവ തമ്മിലുള്ള സെപ്പറേഷൻ കൂടി വരുന്നതായിട്ട് കാണാം. ഇനീഷ്യലി അത് ഒരുമിച്ചാണെങ്കിലും ഇഫ് ദ വേവ് ലെങ്ത് ഇസ് ഡിഫറെന്റ് വിൽ സീ ദാറ്റ് ദേ വിൽ ഗെറ്റ് സെപ്പറേറ്റഡ് ബിക്കോസ് ദ സ്പീഡ് ഡിപ്പെൻഡ്സ് ഓൺ വേവ് ലെങ്ത്. അപ്പോൾ സ്പീഡ് വേവ് ലെങ്ത്തിൽ ഡിപ്പെൻഡ് ചെയ്യുന്ന കേസാണ് നമ്മളിവിടെ നോക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ ഏതൊരു ഇൻഡിവിജ്വൽ ഒരു സെപ്പറേറ്റ് ഇൻഡിവിജ്വൽ വേവ് ട്രെയിൻ തന്നെ എടുത്തു എന്ന് കരുതുക. സം പീരിയോഡിക് ഡിസ്റ്റർബൻസ് മൂവിങ് ത്രൂ ദ സ്ട്രിങ്. നമ്മൾ ഫൂറിയർ അനാലിസിസ് പറഞ്ഞപ്പോൾ കണ്ടിരുന്നു ഏതൊരു പീരിയോഡിക് ഡിസ്റ്റർബൻസ് ആണെങ്കിലും അതിനെ നമുക്ക് സൈൻ വേവ്സിന്റെ കോമ്പിനേഷൻ ആയിട്ട് എഴുതാൻ കഴിയും. സോ വി ക്യാൻ കൺസിഡർ ഇറ്റ് ആസ് എ കോമ്പിനേഷൻ ഓഫ് പ്യുവർ സൈൻ വേവ്സ്. അപ്പോൾ നമ്മൾ എടുക്കുന്ന സൈൻ വേവ്സ് എന്ന് പറയുന്നത് all these are of different wavelengths. Different wavelengths ഉള്ള സൈൻ വേവ്സിന്റെ സൂപ്പർ പൊസിഷൻ ആയിട്ട് നമുക്ക് ഏതൊരു ഇൻഡിവിജ്വൽ വേവ് ട്രെയിനിനെയും റെപ്രസെന്റ് ചെയ്യാൻ കഴിയും. ദിസ് വാസ് ഫൂറിയർ അനാലിസിസ്. ഇനി ഓരോ സൈൻ വേവിനും ഡിഫറെന്റ് വേവ് ലെങ്ത് ആയതുകൊണ്ട് ഒരു ഡിസ്പേഴ്സീവ് മീഡിയം ആണെങ്കിൽ each of these sine waves would be traveling at a different speed. അതുകൊണ്ട് തന്നെ ഈ ഇൻഡിവിജ്വൽ വേവ് ട്രെയിനിന്റെ ഷേപ്പ് ചേഞ്ച് ചെയ്യും. ഇറ്റ് വിൽ ബിക്കം ഡിസ്റ്റോർട്ടഡ് and more spread out with the passage of time. അപ്പോൾ ഇത് ഒന്നിലധികം വേവ്സിന്റെ നമ്മളൊരു ഇൻഡിവിജ്വൽ വേവ് ട്രെയിൻ ജനറലി ഒരു ഇൻഡിവിജ്വൽ വേവ് ട്രെയിൻ എടുക്കുകയാണെങ്കിലും ഒരു പെർട്ടിക്കുലർ ഷേപ്പ് കണ്ടിന്യൂസ് ആയിട്ട് ഒരു ഡിസ്റ്റർബൻസ് ഈ ഷേപ്പിലൊരു ഡിസ്റ്റർബൻസ് സ്ട്രിങ്ങിലൂടെ ട്രാവൽ ചെയ്യുകയാണെന്ന് കരുതുക. നമ്മൾ ഫൂറിയർ അനാലിസിസ് കണ്ടപ്പോൾ പറഞ്ഞു ദിസ് ക്യാൻ ബി സെപ്പറേറ്റഡ് ഇൻ ടു സൈൻ വേവ്സ് ഓഫ് ഡിഫറെന്റ് വേവ് ലെങ്ത്സ്. ഇനി ഡിസ്പേഴ്സീവ് മീഡിയം ആണെങ്കിൽ ഈച്ച് സൈൻ വേവ് വിത്ത് എ ഡിഫറെന്റ് വേവ് ലെങ്ത് വിൽ ബി ട്രാവലിംഗ് വിത്ത് എ ഡിഫറെന്റ് സ്പീഡ്. അതായത് ഇതിന്റെ ഷേപ്പ് ചേഞ്ച് ചെയ്യും. So this is a particular combination of sine waves with different wavelengths. This combination will change, which means that the shape will change, or in other words it will get distorted. Okay, waveform in a distortion സംഭവിക്കും. It will get distorted. Okay, ഇത്ര സമയം നമ്മൾ ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള ഡിസ്കഷൻ ആണ് നടത്തിയത്. ലെറ്റ്സ് ട്രൈ ടു മേക്ക് ഇറ്റ് മോർ കോൺക്രീറ്റ്. ഇപ്പോൾ ഇവിടെ നമുക്ക് രണ്ട് സൈൻ വേവ്സ് കൺസിഡർ ചെയ്യാം. y1 is equal to a sin 2 pi k1x minus nu 1t, y2 is equal to a sin 2 pi k2x minus nu 2t. ഇവിടെ nu 1 nu 2 എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ ഫ്രീക്വൻസീസ് ആണ്. k1 എന്ന് പറയുന്നത് 1 divided by lambda 1, k2 is equal to 1 divided by lambda 2. ഇതിനാണ് നമ്മൾ വേവ് നമ്പർ എന്ന് വിളിച്ചത്. So for simplicity we'll consider that they have the same amplitude, right? They just have different wavelengths and different frequencies. ഇത്തരത്തിലുള്ള രണ്ട് സൈനുസോയിഡൽ വേവ്സ് ഒരേ ഡയറക്ഷനിൽ ട്രാവൽ ചെയ്യുകയാണെങ്കിൽ എന്താണ് സംഭവിക്കുക എന്ന് നമുക്ക് നോക്കാം. ഇവിടെ നമ്മൾ എഴുതിയ വേവ് ഫോം ഈ രീതിയിലാണ്. y is equal to a sin 2 pi k1x minus nu 1t അല്ലെങ്കിൽ kx minus nu t. ഈ ഫോമിലാണ് നമ്മളിപ്പോൾ സൈൻ വേവ്സിനെ എഴുതിയത്. പക്ഷേ ഇത് നമ്മൾ നേരത്തെ എഴുതിയിരുന്ന സൈൻ വേവിന്റെ അതേ ഫോമിൽ തന്നെയാണ്. ഇറ്റ്സ് ജസ്റ്റ് റിട്ടൺ ഇൻ എ ഡിഫറെന്റ് ഫോം. ടു സീ ദിസ്, let's look at this. This can be written as a sin 2 pi k എന്നുള്ള നമുക്ക് പുറത്തെടുക്കാം. ബാക്കിയുള്ളത് x minus nu divided by k multiplied by t. Okay, ഇനി k എന്തായിരുന്നു? k was 1 divided by lambda. That's a wave number. So this becomes a sin 2 pi divided by lambda x minus nu divided by k is nu lambda. Nu lambda is v, the velocity of the wave. Right? So a sin 2 pi by lambda x minus vt. Right? അപ്പോൾ നമ്മൾ വേവിന്റെ ഡിസ്ക്രിപ്ഷൻ ഈ ഫോമിൽ എഴുതിയാലും ഈ ഫോമിൽ എഴുതിയാലും ഇറ്റ്സ് ഓൾ ദ സെയിം തിങ്. റൈറ്റ്? അപ്പോൾ നമ്മളിപ്പോൾ എഴുതിയ ഇക്വേഷൻസ് എക്സാക്ട്ലി ഈ ഫോമിലാണ് ഉള്ളത്. y1 is equal to a sin 2 pi by lambda 1 x minus vt, y2 is equal to a sin 2 pi by lambda 2 x minus vt. ഇനി ഇത് നമ്മൾ എഴുതുന്നത് സെയിം വെലോസിറ്റിയിലാണെങ്കിലാണ്, ഈ വേവ്സ് ട്രാവൽ ചെയ്യുന്ന സെയിം വെലോസിറ്റിയിലാണെങ്കിലാണ്. ഡിഫറെന്റ് വെലോസിറ്റീസ് ആണെങ്കിൽ വി വുഡ് ഹാവ് v1t ഹിയർ ആൻഡ് v2t ഓവർ ഹിയർ. ഓക്കെ, അപ്പോൾ ഇത്
ഇക്വേഷൻസ് ഹാൻഡിൽ ചെയ്യാനുള്ള കൺവീനിയൻസിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ രീതിയിൽ എഴുതിയത്. അതായത് 1/λ എന്നുള്ളതിന് k എന്നും, ഓക്കെ, അതുപോലെ v/λ എന്നുള്ളതിന് ന്യൂ എന്നുള്ളത് നമ്മൾ എഴുതി. റൈറ്റ്? അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട അതേ വേവ് ഫോം തന്നെയാണ്. വി ആർ ജസ്റ്റ് റൈറ്റിംഗ് ഇറ്റ് ഇൻ എ ഡിഫറെന്റ് വേ ഫോർ കൺവീനിയൻസ്. ഓക്കെ, അപ്പോൾ ഇവിടെ ആകെയുള്ള ഡിഫറൻസ്, വി ആർ നൗ സപ്പോസിംഗ് ദാറ്റ് ദീസ് ടു വേവ്സ് ഹാവ് ഡിഫറെന്റ് ക്യാരക്ടറിസ്റ്റിക് സ്പീഡ്സ്. അതായത് v1 is equal to nu1 divided by k1, or this is also written as nu1 λ1. This is different from v2, which is equal to nu2 divided by k2, or nu2 λ2. Okay, the velocities are different, right? ഇനി ഇത്തരത്തിലുള്ള രണ്ട് വേവ്സിന്റെ സൂപ്പർ പൊസിഷൻ നമുക്ക് നോക്കാം. റൈറ്റ്? ഇങ്ങനെ രണ്ട് വേവ്സ് ഉണ്ടെങ്കിൽ ഇതിന്റെ സൂപ്പർ പൊസിഷനും ഒരു വേവ് തന്നെയായിരിക്കും. We have seen this. This is the principle of superposition. We saw it when we discussed the classical wave equation. അപ്പോൾ ഇതിന്റെ സൂപ്പർ പൊസിഷൻ ആയിട്ടുള്ള വേവിനെ നമുക്ക് ഇങ്ങനെ എഴുതാം. y is equal to a sin 2 pi k1x minus nu1t. രണ്ടും ഒരേ ആംപ്ലിറ്റ്യൂഡ് ആയതുകൊണ്ട് a നമുക്ക് കോമൺ ആയിട്ട് പുറത്തെടുത്ത് എഴുതാം. ബാക്കിയുള്ളത് sin 2 pi k1x minus nu1t plus sin 2 pi k2x minus nu2t. Okay, so this is the resultant of these two waves. മുൻപ് നമ്മൾ സൂപ്പർ പൊസിഷൻ ഡിസ്കസ് ചെയ്തപ്പോൾ ഇങ്ങനെ ഒരു ട്രിഗണോമെട്രിക് ഐഡന്റിറ്റി ഡെറൈവ് ചെയ്തിരുന്നു. അതായത് sin 2a plus sin 2b എന്നുള്ളതിനെ 2 sin a plus b cos a minus b എന്ന് നമുക്ക് എഴുതാം. റൈറ്റ്? അതുപയോഗിച്ച് നമ്മുടെ ഇപ്പോൾ ഉള്ള ഈ സൂപ്പർ പൊസിഷൻ, അതായത് y is equal to y1 plus y2 എന്ന് നമ്മൾ എഴുതി. റൈറ്റ്? അതിനെ നമുക്ക് ഈ ഫോമിൽ എഴുതാം. ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് 2a cos pi k1 minus k2x minus nu1 minus nu2t multiplied by sin 2 pi k1 plus k2 divided by 2x minus nu1 plus nu2 divided by 2t എന്ന് നമുക്ക് എഴുതാൻ കഴിയും. റൈറ്റ്? അപ്പോൾ അതിന്റെ ഡീറ്റെയിൽഡ് സ്റ്റെപ്സ് നമ്മൾ മുൻപ് എഴുതിയതുപോലെ തന്നെയാണ്. So I'll just guide you through the steps. Right? You can do it by yourself. അതായത് നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത് y is equal to a sin 2 pi k1x minus nu1t plus sin pi 2 k2x minus nu2t. Right? y1 plus y2. a കോമൺ ആണ്, അതുകൊണ്ട് a നമ്മൾ കോമൺ ആയിട്ട് പുറത്തെടുത്ത് എഴുതി. അപ്പോൾ നമ്മുടെ നേരത്തെ ട്രിഗണോമെട്രിക് ഐഡന്റിറ്റിയിൽ ഇതിനെ നമുക്ക് 2a എന്നും ഇതിനെ 2b എന്നും എഴുതാം. Right? ഇനി sin 2a plus sin 2b can be shown to be 2 sin a plus b cos a minus b. ഓക്കെ, അപ്പോൾ ഇവിടെ a പ്ലസ് ബി എന്ന് പറയുന്നത് പൈ k1x മൈനസ് nu1t പ്ലസ് പൈ k2x മൈനസ് nu2t. അതാണ് ഇവിടെ വരുന്നത് 2 sin പൈ k1 പ്ലസ് k2x മൈനസ് nu1 പ്ലസ് nu2t. Alright, and then cos a minus b, അതാണ് cos പൈ k1 minus k2x minus nu1 minus nu2t എന്ന് വരുന്നത്. Alright, so you can go through the steps. അപ്പോൾ നമ്മുടെ ഈ എക്സ്പ്രഷനിൽ ഇതിനെ 2a എന്നും ഇതിനെ 2b എന്നും എടുക്കുക, ആൻഡ് ദെൻ യു ജസ്റ്റ് യൂസ് ദിസ് റിലേഷൻ. ദാറ്റ്സ് ഓൾ. ഓക്കെ, അപ്പോൾ ഇതിനെ ജസ്റ്റ് വേറെ രീതിയിൽ മാറ്റി എഴുതിയെന്ന് മാത്രം. നമ്മളിവിടെ 2 കോമൺ ആയിട്ട് പുറത്തെടുക്കുകയാണെങ്കിൽ വി ക്യാൻ റൈറ്റ് ദിസ് ആസ് 2 പൈ ആൻഡ് k1 പ്ലസ് k2 ഡിവൈഡഡ് ബൈ 2 nu1 പ്ലസ് nu2 ഡിവൈഡഡ് ബൈ 2. അത്ര നമ്മൾ ചെയ്തിട്ടുള്ളൂ. ഓക്കെ, so the resultant amplitude or the resultant displacement or the resultant waveform can be written in this form. Okay, അപ്പോൾ നമുക്ക് കിട്ടിയ റിസൾട്ടന്റ് വേവ് ഫോം ഇങ്ങനെയാണ്. y is equal to 2a cos pi k1 minus k2x minus nu1 minus nu2t multiplied by sin 2 pi k1 plus k2 divided by 2x minus nu1 plus nu2 divided by 2t. ഈ ഫോമിലാണ് നമുക്ക് റിസൾട്ടന്റ് കിട്ടിയത്. We just added these two waves of slightly different wavelengths. Okay, അപ്പോൾ ഇത്തരം റിസൾട്ട് നമ്മൾ സൂപ്പർ പൊസിഷൻ കണ്ടപ്പോൾ ഡിസ്കസ് ചെയ്തതാണ്. അതായത് t equal to 0 ഇടുകയാണെങ്കിൽ, t equal to 0 ഇടുകയാണെങ്കിൽ ഈ വേവ് ഫോമിനെ നമുക്ക് ഈ രീതിയിൽ തന്നെ ഒരു ചിത്രം ഉപയോഗിച്ച് റെപ്രസെന്റ് ചെയ്യാം. റൈറ്റ്? അപ്പോൾ ഇവിടെ ആദ്യത്തെ ഭാഗം ഈ എൻവലപ്പിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഭാഗമാണ്. റൈറ്റ്? k1 മൈനസ് k2x എന്നുള്ളത് t equal to 0 എന്ന് ഇടുകയാണെങ്കിൽ, റൈറ്റ്, k1 മൈനസ് k2x എന്നുള്ളത് ഈ എൻവലപ്പിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. അതായത് cos പൈ k1 മൈനസ് k2x എന്ന് പറയുന്നത് ഈ എൻവലപ്പിന്റെ ഫോമിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അതുപോലെ ബാക്കിയുള്ള ഭാഗം ഇതിന്റെ ഉള്ളിലുള്ള ഓസിലേഷൻസിന്. ഓക്കെ, അപ്പോൾ ഇതൊരു മോഡുലേറ്റിംഗ് ഫാക്ടർ, ആദ്യത്തെ ടേം ഒരു മോഡുലേറ്റിംഗ് ഫാക്ടർ ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. റൈറ്റ്? ഇത് സൂപ്പർ പൊസിഷൻ ഡിസ്കസ് ചെയ്തപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. So at t equal to 0, this looks just like the superposed waves that we saw before, right, and which we have given again in this picture. പക്ഷേ ഇനി നമുക്ക് ടൈം കടന്നു മുമ്പ്, ഇത് t equal to 0 കാര്യമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. സമയം കടന്നു മുമ്പ് എന്താ സംഭവിക്കുന്നതെന്ന് നോക്കണം. റൈറ്റ്? അപ്പോൾ ഈ എക്സ്പ്രഷൻ ഓഫ് y, റൈറ്റ്, if you look at this particular expression of y, നമ്മൾ നേരത്തെ ഡിറൈവ് ചെയ്ത എക്സ്പ്രഷൻ, റൈറ്റ്, this expression can be interpreted as a rapidly alternating wave of short wavelength. അതായത് രണ്ടാമത്തെ ഭാഗം. Right? This corresponds to a rapidly oscillating wave of a short wavelength. Okay?
which is modulated in amplitude by an envelope of a long wavelength. Alright, ഇതിൽ ആദ്യത്തെ ഭാഗം നോക്കുകയാണെങ്കിൽ modulating factor ഇതാണ് 2a cos pi k1 minus k2 x minus nu1 minus nu2 t. This is the modulating factor. Okay. So this is an envelope of a long wavelength. Right? Envelope in the wavelength longer. Right? So both of these wave-like disturbances have to move. These two wave-like disturbances move. Right? One corresponds to a wave with a longer wavelength and the other one corresponds to a wave with a shorter wavelength. So both these disturbances move. Okay? But it move in different speeds. Superposition dispersion endengil. Right? If the medium is dispersive, then these disturbances move at different speeds. Okay. Now, if the two combining waves are of almost the same wavelength, നമ്മൾ രണ്ട് വേവ്സിന്റെ സൂപ്പർപോസിഷൻ ആണ് കണ്ടത്. ഈ വേവ്സിന് ഏകദേശം ഒരേ വേവ് ലെങ്ത് ആണ്. റൈറ്റ്, അതായത് അതിന്റെ വേവ് ലെങ്ത്തിൽ ചെറിയ ഡിഫറൻസ് ഉള്ളൂ എങ്കിൽ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ രീതിയിലുള്ള ഒരു നൊട്ടേഷൻ എഴുതാം. k1 minus k2 എന്നുള്ളതിന് we can write as delta k. Right? k1 and k2 differ only by a small amount. We'll call it as delta k. അതുപോലെ nu1 minus nu2 we can write as delta nu. They also differ only by a small amount. നമുക്ക് delta nu എന്ന് എഴുതാം. Okay. അതുപോലെ തന്നെ k1 plus k2 divided by 2 we can write this average as k. Right? അതുപോലെ nu1 plus nu2 divided by 2 എന്നുള്ളതിനെ average frequency നമുക്ക് nu എന്ന് എഴുതാം. Okay. And then our expression becomes, alright, അപ്പോൾ ഈ കാര്യങ്ങൾ നമ്മുടെ നേരത്തെയുള്ള എക്സ്പ്രഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ we get y is equal to, for resultant disturbance we get y is equal to 2a cos pi x delta k, ഇവിടെ k1 minus k2 ആയിരുന്നു, we can write this as x delta k minus t delta nu, അതുപോലെ sin 2 pi kx minus nu t. Okay. അപ്പോൾ ഇവിടെ നമുക്ക് രണ്ട് തരത്തിലുള്ള സ്പീഡ്സ് ഐഡന്റിഫൈ ചെയ്യാൻ കഴിയും. Right? നമ്മൾ ഈ വേവ് ഫോം എടുക്കുകയാണെങ്കിൽ ഇതിന്റെ സ്പീഡ്, the speed of this waveform is given by nu divided by k. K എന്ന് പറയുന്നത് 1 divided by lambda ആണ്. So this can be written as nu multiplied by lambda, where lambda is the average wavelength and nu is the average frequency. ഈ രണ്ട് വേവിന്റെ കാര്യം മാത്രമാണ് നമ്മൾ പറയുന്നത്. ആവറേജ് എന്ന് പറഞ്ഞാൽ ആവറേജ് nu എന്ന് പറഞ്ഞാൽ nu1 plus nu2 divided by 2. അതുപോലെ ആവറേജ് വേവ് നമ്പർ എന്ന് പറയുന്നത് k1 plus k2 divided by 2. അപ്പോൾ ഈ ഫോമിൽ എഴുതുകയാണെങ്കിൽ, ഇതിന്റെ വെലോസിറ്റി നമുക്കറിയാം, ഇറ്റ്സ് ഗിവൺ ബൈ ദ കോഎഫിഷ്യന്റ് ഓഫ് ടി, ഇവിടെ ടൈമിന്റെ കോഎഫിഷ്യന്റ് എന്താണോ, ഡിവൈഡഡ് ബൈ എക്സിന്റെ കോഎഫിഷ്യന്റ്. റൈറ്റ്, അതായത് nu divided by k. So this part, we see that there's a velocity corresponding to this part which is given by nu divided by k or nu lambda. Okay. So this is the speed with which the crest belonging to the average wave number k moves along. Right? K average wave number ഉള്ള വേവിന്റെ ക്രെസ്റ്റ് മൂവ് ചെയ്യുന്ന സ്പീഡ് ആണ് ഇത്. Right? That's given by nu divided by k. ഇതിനെയാണ് നമ്മൾ ഫേസ് വെലോസിറ്റി എന്ന് പറയുന്നത്, vp. vp is equal to nu divided by k which is equal to nu lambda. Right? ഇനി നമ്മൾ വേവ് ഫോം നോക്കണമെങ്കിൽ വേറെ ഫാക്ടറും കൂടെ ഉണ്ട്, and there is a velocity associated with that also. Right? The other is the velocity with which the modulating envelope moves. Modulating envelope in a particular wavelength under നമ്മൾ കണ്ടു. Right? നമ്മുടെ full wave നമ്മൾ ഇങ്ങനെയാണ് എഴുതിയത്, y is equal to, അതായത് superposed wave ഇങ്ങനെയാണ് എഴുതിയത്, y is equal to 2a cos pi x delta k minus t delta nu multiplied by sin 2 pi kx minus nu t. Right? ഇവിടെ നമ്മൾ പറഞ്ഞു ഇതൊരു വേവ് ഫോം ആണെങ്കിൽ ഇതിന്റെ വെലോസിറ്റി ഇവിടെയുള്ള കോഎഫിഷ്യന്റ് ഡിവൈഡഡ് ബൈ ഇവിടെയുള്ള കോഎഫിഷ്യന്റ് ആണ്, nu divided by k. Right? അതേ രീതിയിൽ നമ്മൾ എൻവലപ്പ് എടുത്ത് നോക്കുകയാണെങ്കിൽ, റൈറ്റ്, അല്ലെങ്കിൽ മോഡുലേറ്റിംഗ് ഫാക്ടർ എടുത്ത് നോക്കുകയാണെങ്കിൽ, ഇറ്റ്സ് ഡിസ്ക്രൈബ്ഡ് ബൈ ദിസ് പാർട്ട്. Right? This envelope is also moving at a speed. Right? അവിടെ നമ്മൾ t യുടെ കോഎഫിഷ്യന്റ് എടുക്കുക, x ന്റെ കോഎഫിഷ്യന്റ് എടുക്കുക, and then you divide. Right? So the velocity would be delta nu divided by delta k. Okay? So this envelope moves with the speed delta nu divided by delta k. Right? നമ്മൾ envelope എടുത്ത് നോക്കുകയാണെങ്കിൽ, it encloses a group of the short waves. അതായത് we have got an envelope like this, right? It has a group of short wavelength waves. Envelope of
what is a short wavelength waves ആയിട്ട് കണക്കാക്കാം. Right? അതുകൊണ്ട് ഇതിനെ നമുക്ക് group velocity എന്ന് വിളിക്കാം. Right? We have got a group of waves which is enveloped by this modulating factor. Right? ഈ മോഡുലേറ്റിംഗ് ഫാക്ടറിന്റെ ക്രസ്റ്റ് മൂവ് ചെയ്യുന്ന സ്പീഡിനെ നമുക്ക് ഗ്രൂപ്പ് വെലോസിറ്റി എന്ന് വിളിക്കാം. This can be called as the group velocity. Okay? So this envelope encloses a group of the short waves. Right? So for this reason, the velocity is called the group velocity, which is given by delta nu divided by delta k. Alright, so if you take the limit, this is d nu by dk. അപ്പോൾ ഇതുവരെ നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോൾ വേവ് വെലോസിറ്റി എന്ന് പറയുമ്പോൾ ഫേസ് വെലോസിറ്റി മാത്രമാണ് ഉദ്ദേശിച്ചത്. അതായത് നമ്മൾ ലാംഡ ടി എന്ന് പറഞ്ഞു, ഓർ വി സെഡ് ദാറ്റ് വി കുഡ് റൈറ്റ് ദിസ് ആസ് ലാംഡ ന്യൂ എറ്റ്സെട്ര. ഇതെല്ലാം ഫേസ് വെലോസിറ്റിയാണ്. ഇവിടെ നമുക്ക് വി ഹാവ് എ ന്യൂ ടൈപ്പ് ഓഫ് വെലോസിറ്റി കോൾഡ് ദ ഗ്രൂപ്പ് വെലോസിറ്റി. ഇതിനെ ഫേസ് വെലോസിറ്റി എന്ന് വിളിക്കാൻ കാരണം ഇതാണ്. ഇറ്റ് റെപ്രസെന്റ്സ് phase velocity represents the velocity that we can associate with the fixed value of the phase in the basic short wave disturbance. അതായത് നമ്മൾ പറഞ്ഞു ഇങ്ങനെ ഒരു സൂപ്പർപോസിഷൻ ആണ് നമ്മൾ നോക്കുന്നത്. Right? We have got a short wave disturbance, അതായത് കുറഞ്ഞ വേവ് ലെങ്ത് ഉള്ള ഒരു ഡിസ്റ്റർബൻസ്. ഇതിനെ എൻവലപ്പ് ചെയ്യുന്ന ഒരു മോഡുലേറ്റിംഗ് ഫാക്ടർ ഉണ്ട്. റൈറ്റ്? ഇതിൽ ഷോർട്ട് വേവ് ലെങ്ത് ഡിസ്റ്റർബൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു ഫിക്സ്ഡ് വാല്യൂ ഓഫ് ഫേസ് എടുക്കുകയാണെന്ന് കരുതുക. റൈറ്റ്? ഫിക്സ്ഡ് ഫേസ് ഓഫ് വൈബ്രേഷൻ. ഉദാഹരണത്തിന് ക്രസ്റ്റ് എടുക്കുകയാണെങ്കിൽ ഈ ക്രസ്റ്റ് മൂവ് ചെയ്യുന്ന സ്പീഡ് vp ആണ്. ഓക്കെ? അല്ലെങ്കിൽ എനി ഫേസ്, ഏതൊരു ഫിക്സ്ഡ് ഫേസ് എടുത്താലും ഇപ്പോൾ സീറോ ഡിസ്പ്ലേസ്മെന്റിന് കറസ്പോണ്ട് ചെയ്യുന്ന ഫേസ് എടുക്കുകയാണെങ്കിൽ ഇത് മൂവ് ചെയ്യുന്നതും vp എന്നുള്ള സ്പീഡിൽ തന്നെ ആയിരിക്കും. റൈറ്റ്? അതുകൊണ്ടാണ് നമ്മൾ ഫേസ് വെലോസിറ്റി എന്ന് വിളിക്കുന്നത്. ഇറ്റ് റെപ്രസെന്റ്സ് ദ വെലോസിറ്റി ദാറ്റ്സ് അസോസിയേറ്റഡ് വിത്ത് ദ ഫിക്സ്ഡ് വാല്യൂ ഓഫ് ദ ഫേസ്. ഒരു ക്രസ്റ്റ് അല്ലെങ്കിൽ ട്രഫ് അല്ലെങ്കിൽ ഏതൊരു ഫേസ് ആണെങ്കിലും മൂവ് ചെയ്യുന്ന സ്പീഡ്. റൈറ്റ്? ഈ ഷോർട്ട് വേവ് ലെങ്ത് ഡിസ്റ്റർബൻസിന്റെ ഒരു പെർട്ടിക്കുലർ ഫേസ്, ഒരു ഫിക്സ്ഡ് ഫേസ് മൂവ് ചെയ്യുന്ന സ്പീഡാണ്. അതുകൊണ്ടാണ് നമ്മൾ ഫേസ് വെലോസിറ്റി എന്ന് വിളിക്കുന്നത്. Okay? Now the group velocity is also of great physical importance. കാരണം ഒരു പ്രാക്ടിക്കൽ സിറ്റുവേഷനിൽ, ഒരു ആക്ച്വൽ ഫിസിക്കൽ സിറ്റുവേഷനിൽ നോർമലി വാട്ട് വി ഒബ്സർവ് ഇസ് ദ മോഷൻ ഓഫ് എ വേവ് ഗ്രൂപ്പ്. റൈറ്റ്? ബിക്കോസ് ഓഫ് ഡിസ്പേർഷൻ നോർമലി ഒരു ഫിസിക്കൽ സിറ്റുവേഷനിൽ, സാധാരണ സിറ്റുവേഷനിൽ നമ്മൾ ഒബ്സർവ് ചെയ്യുന്നത് ആക്ച്വലി വേവ് ഗ്രൂപ്പിന്റെ മോഷനാണ്. അതുപോലെ ഏതൊരു ഇൻഫർമേഷൻ ട്രാൻസ്ഫർ നടക്കുന്നത് ഈ ഗ്രൂപ്പ് വെലോസിറ്റി എന്നുള്ള സ്പീഡിലായിരിക്കും. ഉദാഹരണത്തിന് ട്രാൻസ്പോർട്ട് ഓഫ് എനർജി ഒരു പോയിന്റിൽ നിന്ന് വേറൊരു പോയിന്റിലേക്ക്, മീഡിയത്തിന്റെ ഒരു പോയിന്റിൽ നിന്ന് വേറൊരു പോയിന്റിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യപ്പെടുന്നത് ഒരു പെർട്ടിക്കുലർ സ്പീഡിലാണ്. ആൻഡ് ദാറ്റ് സ്പീഡ് ഇസ് ഈക്വൽ ടു ദ ഗ്രൂപ്പ് വെലോസിറ്റി. ഇറ്റ്സ് നോട്ട് ദ ഫേസ് വെലോസിറ്റി. ഓക്കെ? അതായത് ഈ രീതിയിലുള്ള ഫിസിക്കൽ ആയിട്ടുള്ള ഇൻഫ്ലുവൻസസ് ട്രാവൽ ചെയ്യുന്നത് ഗ്രൂപ്പ് വെലോസിറ്റിയിൽ ആണ്. റൈറ്റ്? So any information travels from one end of the string to the other end of the string at the group velocity. Okay? അപ്പോൾ നമ്മൾ രണ്ട് സൈൻ വേവ്സിന്റെ സൂപ്പർപോസിഷൻ ആണ് കണ്ടത്. പക്ഷെ ആക്ച്വലി നമ്മൾ കറക്റ്റ് ആയിട്ട് അനലൈസ് ചെയ്യുകയാണെങ്കിൽ ലാർജ് നമ്പർ ഓഫ് സൈൻ വേവ്സിന്റെ സൂപ്പർപോസിഷൻ നമ്മൾ എടുക്കേണ്ടി വരും. റൈറ്റ്? അതും നമുക്ക് ചെയ്യാം. റൈറ്റ്? അത് ചെയ്ത് കഴിയുമ്പോൾ ഗ്രൂപ്പ് വെലോസിറ്റിയുടെ എക്സ്പ്രഷൻ സെയിം ആണ്. റൈറ്റ്? ഗ്രൂപ്പ് വെലോസിറ്റി സ്റ്റിൽ ഗിവൺ ബൈ d nu by dk. Right? This is the group velocity. Now this dispersion, the existence of dispersion is important when we talk about the implications of analyzing an arbitrary pulse into pure sinusoids. അതായത് നമ്മൾ ഏതൊരു പെർട്ടിക്കുലർ ഷേപ്പിലുള്ള ഡിസ്റ്റർബൻസ് എടുക്കുകയാണെന്ന് കരുതുക. നമുക്കറിയാം ഇതിനെ നമുക്ക് സൈനുസോയിഡൽ വേവ്സിന്റെ സൂപ്പർപോസിഷനായിട്ട് എഴുതാൻ കഴിയും. ഡിഫറെന്റ് വേവ് ലെങ്സിലുള്ള സൈൻ വേവ്സിന്റെ സൂപ്പർപോസിഷനായിട്ട് ഏതൊരു പീരിയോഡിക് ഡിസ്റ്റർബൻസിനെയും നമുക്ക് എഴുതാൻ കഴിയും. റൈറ്റ്? അതായത് ഇനീഷ്യലി നമ്മൾ ഈ രീതിയിലുള്ള ഒരു വേവ് ഫോമിനെ സൈൻ വേവ്സിന്റെ സൂപ്പർപോസിഷനായിട്ട് എഴുതി എന്ന് കരുതുക. ഡിഫറെന്റ് വേവ് ലെങ്സിലുള്ള സൈൻ വേവ്സിന്റെ സൂപ്പർപോസിഷനായിട്ട് എഴുതി എന്ന് കരുതുക. ഓക്കെ? ഇനി ഇതിലുള്ള ഓരോ സൈൻ വേവും, അതായത് സൂപ്പർപോസിഷനിലുള്ള ഓരോ സൈൻ വേവും ഡിഫറെന്റ് സ്പീഡ്സിലാണ് മൂവ് ചെയ്യുക, ഡിസ്പേഴ്സീവ് മീഡിയം ആണെങ്കിൽ. റൈറ്റ്? which means that this particular superposition that we started with is not conserved. A superposition ഉള്ള ഓരോ വേവിന്റെയും പ്രോപ്പർട്ടി ചേഞ്ച് ചെയ്യുന്നുണ്ട്. Alright? Which means that the shape of this waveform also will change. Okay? So, if the sinusoids have different characteristic speeds, the shape of the disturbance must change as time goes on. ഉദാഹരണത്തിന് highly localized ആയിട്ടുള്ള ഒരു പൾസ് എടുക്കുകയാണെന്ന് കരുതുക. Right? Let's talk about a highly localized pulse. ഉദാഹരണത്തിന് ഈ രീതിയിലുള്ള ഒരു പൾസ്. ഇതാണ് നമ്മുടെ ഫുൾ വേവ് ഫോം. ഹൈലി ലോക്കലൈസ്ഡ് ആയിട്ടുള്ള പൾസ്. വേറെ എല്ലായിടത്തും സീറോ ആണ്. Right? But again we can write this as a superposition of sine waves of different frequencies or different wavelengths. Okay? അപ്പോൾ ഈ ഓരോ സൈൻ വേവും ഡിഫറെന്റ് സ്പീഡിൽ മൂവ് ചെയ്യുന്നത് കാരണം കുറച്ച് കഴിയുമ്പോൾ, right?
at the next instant or after some time, each of these sine waves, ഈ സൂപ്പർപൊസിഷനുള്ള ഓരോ സൈൻ വേവും ഡിഫറെന്റ് ഡിസ്റ്റൻസ് ആയിരിക്കും ട്രാവൽ ചെയ്തിട്ടുണ്ടാകുക. ഓക്കെ, which means that this will become more and more spread out. അപ്പോൾ ഈ വേവ് ഫോമിലുള്ള അല്ലെങ്കിൽ ഈ വേവ് ഫോമിനെ നമ്മൾ സൂപ്പർ പൊസിഷൻ ആയിട്ട് എഴുതുമ്പോൾ ആ സൂപ്പർ പൊസിഷനിലുള്ള ഓരോ സൈൻ വേവും എക്സാക്ട്ലി സെയിം ഡിസ്റ്റൻസ് ആണ് മൂവ് ചെയ്യുന്നതെങ്കിൽ, ഒരു ഗിവൺ ടൈമിൽ എക്സാക്ട്ലി സെയിം ഡിസ്റ്റൻസ് ആണ് മൂവ് ചെയ്യുന്നതെങ്കിൽ ഇതിന്റെ ഷേപ്പ് ചേഞ്ച് ചെയ്യില്ല. അതർവൈസ് ദ ഷേപ്പ് വിൽ ചേഞ്ച്. ഓക്കെ, സോ ഈവൻ ഹൈലി ലോക്കലൈസ്ഡ്, ഇനീഷ്യലി ഹൈലി ലോക്കലൈസ്ഡ് ആയിട്ടുള്ള ഒരു പൾസ് ആണെങ്കിലും it will become more and more spread out as it moves along. ഇതിന്റെ ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. A striking example of the difference between phase and group velocities is provided by waves in deep water. ഡീപ്പ് വാട്ടറിൽ ജനറേറ്റ് ചെയ്യപ്പെടുന്ന വേവ്സിന്റെ ഗ്രൂപ്പ് ആൻഡ് ഫേസ് വെലോസിറ്റീസ് നമുക്ക് ജസ്റ്റ് ഒന്ന് എക്സാമ്പിൾ ആയിട്ട് നോക്കാം. ലെറ്റ്സ് സീ ഹൗ ദീസ് ആർ ഡിഫറെന്റ്. ഇത്തരം വേവ്സ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഇറ്റ്സ് ഫൗണ്ട് ദാറ്റ് ദെയർ ഫേസ് വെലോസിറ്റി ഈസ് പ്രൊപ്പോർഷണൽ ടു the square root of the wavelength, right? That the phase velocity, that wavelength in the square root in a proportional line. So we can write Vp is equal to c lambda raised to 1 by 2 അല്ലെങ്കിൽ ck raised to minus 1 by 2 because k is equal to 1 by lambda. അതായത് വളരെ ഡിസ്പേഴ്സീവ് ആയിട്ടുള്ള മീഡിയം ആണ്. ബിക്കോസ് യു സീ ദാറ്റ് ദ ഫേസ് വെലോസിറ്റി ചേഞ്ചസ് വിത്ത് ലാംഡ. ലാംഡ ചേഞ്ച് ചെയ്യുമ്പോൾ ഫേസ് വെലോസിറ്റിയും ചേഞ്ച് ചെയ്യും. സി കോൺസ്റ്റന്റ് ആണ്, ഇറ്റ് ഡസ് നോട്ട് ചേഞ്ച്. Right? So as wavelength changes, the speeds also change. Now we have this relation Vp is equal to nu divided by k, or nu is equal to Vp multiplied by k. അപ്പോൾ nu എന്നുള്ളതിനകത്ത് ഫ്രീക്വൻസി ടേംസിൽ എഴുതുകയാണെങ്കിൽ nu is equal to ck raised to 1 by 2. Okay. So we have written nu as a function of k. We have nu is equal to ck raised to half. Right? ഇതിൽ നമുക്ക് d nu by dk കണ്ടുപിടിക്കാം. d nu by dk is equal to half ck raised to minus half, right? But this half ck raised to minus half, ഈ ck raised to minus half എന്നുള്ളതിനാണ് initially vp ആയിട്ട് എഴുതിയത്. So this is equal to half vp. We see that d nu by dk by definition was the group velocity. So we see that vg is equal to half vp. Right? അതായത് ഗ്രൂപ്പ് വെലോസിറ്റി എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ വേവ്സിന്റെ എന്താണ് ഫേസ് വെലോസിറ്റിയുടെ പകുതിയാണ്. The group velocity is half the phase velocity. അപ്പോൾ ഇത്തരം ഒരു എഫക്റ്റ് നമ്മൾ ഒബ്സർവ് ചെയ്യുകയാണെങ്കിൽ this is what we will see. Right? We will see that the component wave crests will run rapidly through the group of waves എടുക്കുകയാണെങ്കിൽ. Right? And each component wave crest വളരെ സ്പീഡിൽ ഒരു ഗ്രൂപ്പിൽ മൂവ് ചെയ്യുന്നതാണ്. Right? പക്ഷെ ഇതിന്റെ ആംപ്ലിറ്റ്യൂഡ് ആദ്യം കുറഞ്ഞിട്ട് പിന്നീട് അത് ഡിസപ്പിയർ ആകുന്നതായിട്ടാണ് കാണാൻ കഴിയും. Right? Sorry, ആംപ്ലിറ്റ്യൂഡ് ആദ്യം ഇൻക്രീസ് ചെയ്യുന്ന കാണാം and then it will disappear again. The group of waves എടുക്കുകയാണെങ്കിൽ ഈ രീതിയിൽ, right? The amplitude will increase first and then it decreases, right? And the whole thing is enveloped, or this is modulated by the envelope part, right? But this entire thing will be moving with the group velocity vg, right? പക്ഷേ ഇതിന്റെ ഉള്ള ഓരോ കോമ്പണന്റും ഇതിന്റെ ഇരട്ടി സ്പീഡിലാണ് മൂവ് ചെയ്യുന്നത് കാണാൻ കഴിയും. Right? It moves at twice the speed at which the group entirely as a whole moves. But sound waves in gases, like the other elastic vibrations that we have considered, are non-dispersive. Right? ഉദാഹരണത്തിന് എയറിലൂടെയുള്ള സൗണ്ടിന്റെ propagation നോക്കുകയാണെങ്കിൽ ഇത് നോൺ ഡിസ്പേഴ്സീവ് ആണെന്ന് കാണാൻ കഴിയും. ഡിഫറെന്റ് വേവ് ലെങ്സിലുള്ള അല്ലെങ്കിൽ ഡിഫറെന്റ് ഫ്രീക്വൻസിയിലുള്ള വേവ്സ് സെയിം സ്പീഡിൽ തന്നെയാണ് ട്രാവൽ ചെയ്യുക. Right? Now this is a fortunate circumstance. ഇത് ഫോർച്ചുനേറ്റ് ആണെന്ന് പറയാൻ കാരണം ഇതാണ്. ഉദാഹരണത്തിന് നമ്മളൊരു ഓർക്കസ്ട്ര അല്ലെങ്കിൽ മ്യൂസിക് കേൾക്കുകയാണെന്ന് കരുതുക, ഒരു ഇൻസ്ട്രുമെന്റിൽ പ്രൊഡ്യൂസ് ചെയ്ത മ്യൂസിക് കേൾക്കുകയാണെന്ന് കരുതുക. ഓക്കെ, ഒരു പെർട്ടിക്കുലർ ഹാർമണി, ഒരു പെർട്ടിക്കുലർ വേവ് ഫോം അവിടെ പ്രൊഡ്യൂസ് ചെയ്യപ്പെട്ട് ഈ വേവ് ഫോം ആണ് നമ്മുടെ ചെവിയിലേക്ക് എത്തുന്നത്. അപ്പോൾ ഈ വേവ് ഫോമിലുള്ള ഇൻഡിവിജ്വൽ വേവ്സ്, ഇതിനെ സൂപ്പർ പൊസിഷൻ ഓഫ് ഇൻഡിവിജ്വൽ സൈൻ വേവ്സ് ആയിട്ട് എഴുതാൻ കഴിയും. ഈ സൈൻ വേവ്സ് ഡിഫറെന്റ് സ്പീഡിലാണ് ട്രാവൽ ചെയ്യുന്നതെങ്കിൽ ഈ വേവ് ഫോം നമ്മുടെ ചെവിയിൽ എത്തുമ്പോഴേക്കും അതിന്റെ ഷേപ്പ് കംപ്ലീറ്റ്ലി ചേഞ്ച് ആയിട്ടുണ്ടാവും. ഓക്കെ, അതായത് ഈ ഇൻസ്ട്രുമെന്റ്സിൽ പ്രൊഡ്യൂസ് ചെയ്ത വേവ് ഫോംസ് ഇതിൽ നിന്ന് എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള കാര്യമായിരിക്കും നമുക്ക് കേൾക്കാൻ കഴിയുക. Right? അത് ഡിസ്പേഴ്സീവ് ആയിരുന്നുവെങ്കിൽ. But fortunately this does not happen and we can enjoy music even from a large distance. Right? ഇവിടെ ഒരു ഫുട് നോട്ട് ഉണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ വേവ്സ്, അതായത് ഡീപ്പ് വാട്ടറിൽ ഉണ്ടാകുന്ന വേവ്സിനെ ഗ്രാവിറ്റി വേവ്സ് എന്ന് വിളിക്കാറുണ്ട്. അപ്പോൾ ഇവിടെ ഗ്രാവിറ്റി വേവ്സ് എന്ന് വിളിക്കുന്നത് ഇറ്റ്സ് ഇൻ ദ സെൻസ് ദാറ്റ് ദ റിസ്റ്റോറിംഗ് ഫോഴ്സ് ഇൻ ദ കേസ് ഇസ് ഗ്രാവിറ്റി. അതായത് ഇപ്പോൾ
ഡീപ്പ് വാട്ടറിൽ ഉണ്ടാകുന്ന ഓസിലേഷൻസ്, ഇലാസ്റ്റിക് വൈബ്രേഷൻസ് ആണ് അല്ലെ, ദീസ് ആർ വൈബ്രേഷൻസ് ഓഫ് ദിസ് മീഡിയം. റൈറ്റ്. അപ്പോൾ ഇവിടെയുള്ള റിസ്റ്റോറിംഗ് ഫോഴ്സ് എന്ന് പറയുന്നത് ഗ്രാവിറ്റിയാണ്. അതുകൊണ്ട് ഈ വേവ്സ് നമ്മൾ ഗ്രാവിറ്റി വേവ്സ് എന്ന് പറയാറുണ്ട്. റൈറ്റ്. അത് ഡീപ്പ് വാട്ടറിലുള്ള വേവ്സിനെ ഗ്രാവിറ്റി വേവ്സ് എന്ന് പറയാറുണ്ട്. റൈറ്റ്. ഇതിൽ നിന്ന് എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള ഗ്രാവിറ്റി വേവ്സ് ഉണ്ട്. റൈറ്റ്. ഇത് ഗ്രാവിറ്റേഷണൽ ഫീൽഡിന്റെ ഡിസ്റ്റർബൻസസിനെയും ഗ്രാവിറ്റി വേവ്സ് എന്ന് പറയാറുണ്ട്. ആ ഗ്രാവിറ്റി വേവ്സ് അല്ല ഈ ഗ്രാവിറ്റി വേവ്സ്. ഇവിടെ ഈ ഗ്രാവിറ്റി വേവ്സ് എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് ഡീപ്പ് വാട്ടറിൽ ഉണ്ടാകുന്ന ഡിസ്റ്റർബൻസസിനെ ആണ്. ഓക്കെ. So with that we'll conclude this session. Thank you.